റിപ്പോർട്ടർ ചാനലിലെ കോൺഗ്രസ്സുകാരുടെയും ലീഗന്മാരുടെയും എല്ലാം മാപ്രാ ദൈവമായിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ കാണിച്ച ചതി കാണണേ. ഇത്രയും ദിവസം നിഷ്പക്ഷൻ എന്ന ലേബലിലിരുന്നു കൊണ്ട് സതീശനും കോൺഗ്രസിനും വേണ്ടി മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ അവർ പറയുന്ന എല്ലാ പൊള്ളത്തരത്തെയും സാധൂകരിക്കുന്ന പണിയെടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ആ ചാനലിലിരുന്ന് സംഘപരിവാറിനെതിരെ ശക്തമായി ശബ്ദമുയർത്തിയിരുന്ന വ്യക്തിയാണ്. തനിക്ക് നിലപാടുകളുണ്ട്, സംഘികളോടോ സംഘപരിവാറിനോടോ ഒരു രീതിയിലും സമരസപ്പെടാൻ താൻ തയ്യാറല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഗീർവാണം തള്ളിവിടാറുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, പണത്തിന് മീതെ പരുന്തും പറക്കില്ല. രാജ്യത്തെ ഒരു കോൺഗ്രസ്സുകാരൻ പണം കാണുമ്പോൾ എന്താണ് ആ പാർട്ടിയോട് കാണിക്കുന്ന രീതി, അത് തന്നെയാണ് കോൺഗ്രസ് മനസ്സുള്ള ഉണ്ണി ബാലകൃഷ്ണനും സംഘികളുടെ പണം കണ്ടപ്പോൾ അദ്ദേഹം കവാത്ത് മറന്നു. റിപ്പോർട്ടർ ചാനൽ വിട്ട് BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രായി മൊയ്ലാളിയുടെ ചാനലിൻ്റെ തലപ്പത്തേക്ക് അദ്ദേഹം ഉണ്ണി ബാലകൃഷ്ണനെ പണം കൊടുത്ത് പർച്ചേസ് ചെയ്തു. പണം കണ്ടപ്പോൾ കണ്ണ് മഞ്ചളിച്ചു. പിന്നെന്ത് കോൺഗ്രസ്സുകാർ ഇന്ത്യയിലുടനീളം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ്? സംഘപരിവാറിൻ്റെ പണം കാണുമ്പോൾ അവർ ഉടനടി മറുകണ്ഠം ചാടുകയാണ്. അതുപോലെ തന്നെയാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിലിരുന്ന് രാജ്യത്തെ സംഘപരിവാറിനെതിരെയെല്ലാം ശക്തമായ ശബ്ദമുയർത്തുന്നു എന്ന രീതിയിൽ വായ്ത്താരിയിട്ടിരുന്ന വ്യക്തി ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിലെ BJPയുടെ ഔദ്യോഗിക ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തേക്ക് തന്നെ ചെല്ലുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ആശയം ഒരു പ്രശ്നമല്ല, പണമാണ് മുഖ്യം ബിഗിലെ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ സംഘപരിവാർ എത്ര ലക്ഷം ഓഫർ ചെയ്താലും തനിക്ക് പണമല്ല, തൻ്റെ നിലപാടുകളാണ് പ്രശ്നമെന്ന് പറയാനുള്ള ആർജവം പോലും കാട്ടിയില്ല. പണം കണ്ടാൽ ഏത് കോൺഗ്രസ് മനസ്സുള്ളവനും ഇത് തന്നെയാണ്. ആശയങ്ങളെ അടിയറവ് വെച്ചുകൊണ്ട് ആ പണത്തിന് പിന്നാലെ പോകും. അത് ഉണ്ണി ബാലകൃഷ്ണൻ തെളിയിച്ചിരിക്കുകയാണ്. ഇത്രയും നാൾ സംഘപരിവാറിനെതിരെ ഈ വായ്ത്താരി ഇട്ടതിന് ശേഷം ഏഷ്യാനെറ്റ് പോലെ ഒരു സംഘപരിവാർ ചാനലിൻ്റെ തലപ്പത്തേക്ക് അദ്ദേഹം തിരികെ പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒറ്റ കാരണമേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിന്നെല്ലാം തലകുത്തി താഴെ വീണ് കിടക്കുന്ന ഏഷ്യാനെറ്റ് താഴേക്ക് പോകുമ്പോൾ മുങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് അതിൻ്റെ തലപ്പത്തേക്ക് സംഘപരിവാർ ആശയങ്ങളെ ശക്തമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മൗത്ത് പീസ് വേണം. അത് രായി മൊയ്ലാളി നോക്കിയപ്പോൾ പണം കൊടുത്താൽ ഏത് വിഷയം കൊടുത്താലും അതിനെ വെള്ളപൂശി എടുക്കാൻ ശേഷിയുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഉണ്ണി ബാലകൃഷ്ണനാണ് ബെസ്റ്റ്. കണ്ണിൻ്റെ മുമ്പേ ഒരു പെട്ടി പണം കൊണ്ടുവന്ന് വെച്ചു, മറിഞ്ഞങ്ങ് വീണില്ലേ. ഒരു ഉളുപ്പുമില്ലാതെ ഇന്നലെ വരെ സംഘപരിവാറിനെ എതിർത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി പണം കണ്ടപ്പോൾ മറിഞ്ഞങ്ങ് വീണു. ഇനി നാളെ മുതൽ ഏഷ്യാനെറ്റ് മൊയ്ലാളിയുടെ അടിമയായിട്ട് വിനു വി ജോണിനോടൊപ്പം പോയിരുന്ന് ഈ നാട്ടിൽ സംഘപരിവാറിന് വേണ്ടി വെള്ളം കോരാനും വിറക് വെട്ടാനും പോയിരിക്കുകയാണ്. പണത്തിൻ്റെയൊക്കെ ഒരു പവറെ കോൺഗ്രസ്സുകാർക്കും സതീശനും വേണ്ടി വായ്ത്താരിയിട്ടിരുന്ന വ്യക്തികൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ കൂടണയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നേരത്തെ ശാഖയിൽ പോയി സതീശൻ ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിൽ തിരിതെളിച്ചതിനെ പോലും ന്യായീകരിച്ചതാണ്. അതൊന്നും ഒരിക്കലും സംഘിയല്ല. ഇടതുപക്ഷത്തിലെ ഉള്ളവർക്ക് സംഘപരിവാർ ചാപ്പ കുത്താൻ നടന്ന വ്യക്തി ഒടുവിൽ സംഘപരിവാർ കേന്ദ്രത്തിൽ തന്നെ പോയി കയറുമ്പോൾ ഇവരെല്ലാം കൂടി എന്ത് മനോഭാവത്തിലിരുന്നാണ് ഇത്രയും കാലം വായ്ത്താരി അടിച്ചിരുന്നതെന്ന് നാട്ടുകാർ ചിന്തിക്കേണ്ട സന്ദർഭമാണ്.